ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ? ഫസ്റ്റ് ടിപ്പ് ഞാൻ അതിനകത്ത് കുറച്ച് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. നമ്മൾ നോർമൽ ഷുഗർ അല്ലാതെ ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗർ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏത് ഷുഗർ ആണെങ്കിലും ഷുഗർ കേടാവാതിരിക്കാനും ഉറുമ്പ് കയറാതിരിക്കാനും ചില ഇത് സെറ്റായിട്ടൊക്കെ ഇരിക്കും, നമ്മുടെ പാത്രത്തിൽ കട്ട പിടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടിപ്പിൽ നിങ്ങൾ പഞ്ചസാര, ഏത് പഞ്ചസാരയായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പഞ്ചസാര ആയാലും കുഴപ്പമില്ല. ബ്രൗൺ പഞ്ചസാര തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നെല്ലിക്കയാണ്. നെല്ലിക്ക ചെറുതായിട്ടൊന്ന് വാടിയതായിരിക്കണം. വാടിയ മീൻസ് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതോ അല്ലെങ്കിൽ നെല്ലിക്ക കഴിച്ചതിൻ്റെ കുരു ഉണക്കിയതോ ആയാലും മതിയേ. ഇത് നമ്മുടെ പഞ്ചസാരയുടെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ഉറുമ്പോ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കോ ഒന്നും ഉണ്ടാവില്ല. എത്ര നാളിരുന്നാലും ഇതേപോലെ ഫ്രഷ്നെസ്സോടെ ഇരുന്നോളൂ. ഇങ്ങനെ നെല്ലിക്ക നമ്മളൊരു വാടിയതാണ് വെച്ച് കൊടുക്കുന്നത്. വാടിയ മീൻസ് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ, ചെറുതായിട്ട് വാടിച്ചെടുത്താണ്. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്ത് എന്തെങ്കിലും കേടുണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് അലിയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. പക്ഷേ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഇത് കുറച്ച് കവറുകളാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ പച്ചക്കറി കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറുകളാണ്. അപ്പോൾ ഈ കവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേടിക്കുന്ന ബീൻസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറേ പച്ചക്കറികൾ നമ്മൾ വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ കവറുകളൊന്നും കളയരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇങ്ങനെ വാങ്ങുന്ന പച്ചക്കറികളുടെ ഒപ്പം കിട്ടുന്ന കവറുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള കവറുകളായാലും മതി. അപ്പോൾ ഞാൻ ഇത് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കവറിലേക്ക് നമ്മൾ ഇട്ടുക. എന്ന് വെച്ചാൽ വേറെ ജലാംശം ഒന്നും ഉണ്ടാവരുത്. നമ്മൾ വെറുതെ ഇട്ടിട്ട് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്ത് വെച്ചാൽ ഇത് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ കേട്ടോ. ഒരു കേട് സംഭവിക്കില്ല, അതേപോലെ ഫ്രഷായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ പച്ചക്കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കവറൊക്കെ നനവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വെച്ച് നോക്കൂ. എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബീൻസ്, ക്യാബേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബീൻസ് അതുപോലെ തന്നെ ഇടാം. അതേപോലെ തന്നെ ക്യാരറ്റ്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ തണുവുള്ളതാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തുടച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി ആണെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ വയ്ക്കാവുള്ളൂ. ബീൻസൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നല്ല ഫ്രഷ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ, എത്ര ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഞാൻ ഇനി ബീൻസും ക്യാബേജും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റും കൂടി ഇതുപോലെ കവറിലേക്ക് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് മിച്ചർ വാങ്ങുമ്പോഴോ ചിപ്സ് വാങ്ങുമ്പോഴൊക്കെ കിട്ടുന്ന ഈ കവറുകളായാലും നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചേച്ചാൽ മതി കേട്ടോ. അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കവറുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിൽ ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കൊക്കെ സാധാരണ മേടിച്ചിട്ട് വീട്ടിലൊക്കെ പെട്ടെന്ന് ഡാമേജ് പോവും അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ട് അടിപൊളി ടിപ്പാണ്. വിനെഗറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ വിനെഗർ എടുത്തിട്ട് ഒരു അടപ്പ് വിനെഗർ ഒഴിച്ചെടുക്കാം. അപ്പോൾ വിനെഗർ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വിനെഗർ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിരൽ കൊണ്ട് തൊട്ടിട്ട് ഇത് ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഒരു തുണിയോ ഒരു എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്യാപ്സിക്കത്തെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ക്യാപ്സിക്കം കേടുകൂടാതെ കുറേ കാലം ഇരുന്നോളും കേട്ടോ. ഒരു പ്രശ്നവും നമ്മളെപ്പോൾ വെച്ച ആ ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്കിപ്പോൾ 1, 2, 3 ആഴ്ച കഴിഞ്ഞ് എടുത്താലും അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് തൂത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾ ഷുവറായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ചില സമയത്ത് ഭയങ്കര വില കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നാലാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. അതായത് ഞാൻ ചെറുപയർ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ഡെപ്പകളിലെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ഡെപ്പയുടെ അകത്ത് പ്രാണികളോ ഒക്കെ കയറും. ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ഡെപ്പ, ഇതിനകത്തായിരുന്നു പയർ ഇരുന്നത്. പയർ തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ പയറിൻ്റെ ചെറിയൊരു പൊടിയൊക്കെ ആയിട്ട് ഇതിനകത്ത് കാണുന്നത്, അല്ലാതെ വേറെ അഴുക്കൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കവർ പൊട്ടിച്ച് നമ്മൾ ഈ ഡെപ്പയുടെ അകത്തേക്ക് ഇടുമ്പോൾ, ഇത് നന്നായിട്ട് ഉണങ്ങിയ ഡെപ്പ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഡെപ്പയുടെ അകത്തേക്ക് നമുക്ക് പയറെന്നല്ല ഏത് ധാന്യങ്ങളായാലും
ഇപ്പോൾ പരിപ്പോ പയറോ കടലയോ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡെപ്പ എടുത്തിട്ട് അതിലോട്ട് പൊട്ടിച്ചിടുക. ഇതുപോലെ അങ്ങ് പൊട്ടിച്ചിട്ടിട്ട് നിറഞ്ഞ് കവിഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് ഭാഗത്തേക്ക് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും ഒരു 95% നമ്മൾ സാധനം ഇടുക, അല്ലെങ്കിൽ ഒരു 90% ഒരു പാത്രത്തിൻ്റെ ഇടുക, ബാക്കി ഇച്ചിരി സ്പേസ് നമ്മൾ കൊടുത്തേക്കണം കേട്ടോ. ആ സ്ഥലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ കവർ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ. അപ്പോൾ ആ കവർ, കാരണം ഇതിനകത്ത് പ്രാണി വരാനും ചില സമയത്ത് ഉറുമ്പ് കയറാനും അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായത് ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടൂലേ, ഇതിൻ്റെ കളറൊക്കെ മാറി കേടായി തണുപ്പടിച്ചൊക്കെ ഇരിക്കും. അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു കവർ ഇടുക. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഡെപ്പോ ഒന്ന് അടച്ച് നോക്കിക്കോ. നല്ല പോലെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് വയ്ക്കുക. അങ്ങനെ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ പയർ തീരുന്നവരെ ഒരു കേടും സംഭവിക്കില്ല. പയറെന്നല്ല ഒരു ധാന്യങ്ങളും ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ അടച്ച് വയ്ക്കുക. ഇനി നിങ്ങൾ അടയ്ക്കുന്ന അടപ്പ് ചെറിയ ലൂസാണെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം. ചിലപ്പോൾ നമ്മൾ വട്ടത്തിലൊക്കെ ഇടുന്ന അടപ്പുകളൊക്കെ കുറച്ച് ലൂസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ സൈഡിൽ കൂടി എന്തെങ്കിലുമൊക്കെ കയറും. അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കവറിനെ നമുക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതേപോലെ വിതത്ത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം. ചെറിയ ഡപ്പയാണെങ്കിൽ നമുക്ക് അകത്തോട്ടിട്ട് വയ്ക്കാം, അല്ലാത്തത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടച്ചു കൊടുക്കുമ്പോഴും ഇത് നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഉണ്ടോ കറക്റ്റ് ഷേപ്പിൽ അടഞ്ഞിരുന്നോളൂ. ഒന്നും ഇതിനകത്ത് കയറുമില്ല, ഇത് കേടാവാതെ ഇരിക്കും, ഒരു ഉച്ചുകുത്തല ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടിപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മാഗി അല്ലെങ്കിൽ ഇപ്പി നൂഡിൽസുകളൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പിയുണ്ട്, മാഗിയുണ്ട്, പിന്നെ ഇത് കണ്ടോ ഈ ടോപ്പിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന സമയങ്ങളിൽ ചിലരൊക്കെ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിട്ട് മസാലയും കൂടി ഇട്ട് എടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ജസ്റ്റ് എന്താ ചെയ്യണ്ടേ, ഇത് ഫസ്റ്റ് സാമ്പിൾ പാക്കറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ടോപ്പിൻ്റെ മേടിച്ചത്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുന്നത്, ശരിക്കും ആവി അടിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണയാണേ. ഇതൊരല്പം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാഗിയല്ല ഏത് നൂഡിൽസായാലും ഇതിലോട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. മസാലയല്ല, നൂഡിൽസ് മാത്രം. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. കണ്ടോ ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓയിൽ എപ്പോഴും ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അല്പം മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കുമേ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന 5 ടിപ്സുകളാണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.